നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ മകനെതിരെ ഉയർന്ന കോഴ ആരോപണം മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയും സംശയത്തിന്റെ മുൾമുനയിലാക്കുകയാണ്. ആന്റണി രാജ്യരക്ഷാ മന്ത്രിയായിരുന്ന കാലത്ത് മകൻ പ്രതിരോധ രഹസ്യങ്ങൾ വിറ്റുവെന്ന ആരോപണം അദ്ദേഹത്തിന്റെ അഴിമതിരഹിത പ്രതിച്ഛായയ്ക്ക് കടുത്ത കളങ്കമുണ്ടാക്കുന്നുണ്ട്. പ്രതിരോധ ഇടപാടുകളെ കുറിച്ച് അന്വേഷണം നടക്കുന്നത് അറിഞ്ഞാണ് അനിൽ ബി.ജെ.പിയിൽ ചേർന്നതെന്നാണ് ദലാൽ നന്ദകുമാർ ആക്ഷേപിക്കുന്നത്. ബി.ജെ.പിയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ തൽപര കക്ഷികൾക്ക് വിറ്റുവെന്ന നന്ദകുമാറിന്റെ ആരോപണത്തിന് മറുപടി പറയാനാകാതെ കുഴങ്ങുന്നുണ്ട് ബി.ജെ.പി. നേതൃത്വമെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. യു.പി.എ. ഭരണകാലത്ത് പ്രതിരോധ രഹസ്യങ്ങൾ അടങ്ങിയ രേഖകളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ അനിൽ വിറ്റുകാശാക്കിയെന്ന അത്യന്തം ഗുരുതരമായ ആരോപണമാണ് നന്ദകുമാർ ഉന്നയിച്ചത്. ഈ ആക്ഷേപം ചെന്ന് തറയ്ക്കുന്നത് ആന്റണിക്ക് മുകളിലേക്ക് തന്നെയാണ്. അതിൽ ബി.ജെ.പി. പ്രതിരോധത്തിലാക്കേണ്ട കാര്യമില്ല. ഡൽഹിയിലെ ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് അനിലും കൂട്ടരും കച്ചവടം നടത്തിയതെന്നാണ് ദലാലിന്റെ ആക്ഷേപം. 6 പതിറ്റാണ്ട് നീണ്ട അഴിമതി വിരുദ്ധ പൊതുജീവിതത്തിൽ ആന്റണിക്കെതിരെ ഇത്രയും ഗുരുതരമായ ആക്ഷേപം മുമ്പൊരിക്കലും ഉണ്ടായിട്ടുമില്ല. മകനുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണത്തിനും ആക്ഷേപത്തിനും ഇതുവരെ എ.കെ. ആന്റണി മറുപടി പറഞ്ഞിട്ടില്ല. ആരോപണം ഉന്നയിച്ച ദലാൽ നന്ദകുമാറിന്റെ വിശ്വാസ്യതയും അയാളുടെ മുൻ ഇടപാടുകളുമൊക്കെ ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്ത് വിശ്വാസ്യതയാണ് ദലാൽ നന്ദകുമാറിനുള്ളതെന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്. ഇനി അനിൽ ആന്റണി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ബി.ജെ.പിക്ക് അതിനുമേൽ യാതൊരു വിധത്തിലുള്ള നാണക്കേടും തോന്നേണ്ട കാര്യമില്ല. കാരണം ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലത്തല്ല അനിൽ ആന്റണി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. മാത്രമല്ല, ഇനി അനിൽ ആന്റണി അങ്ങനെ നടത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ, ആണെങ്കിൽ ഇത്രയും കാലം എന്തുകൊണ്ടാണ് ദലാൽ നന്ദകുമാർ ഇത് മറച്ചു വെച്ചത്? ആ ചോദ്യവും പ്രസക്തമാവുകയാണ്. ആന്റണിയുടെ മകനായതുകൊണ്ട് കോൺഗ്രസുകാരും ഇപ്പോൾ മിണ്ടാൻ കഴിയാതെ നിൽക്കുകയാണ്. ഹൈക്കോടതിയിലെ CBI കൗൺസിൽ നിയമനത്തിനായി ദലാൽ നന്ദകുമാറിൽ നിന്ന് 25 ലക്ഷം വാങ്ങിയെന്ന ആരോപണം അനിൽ നിഷേധിക്കുന്നുണ്ടെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ പണമിടപാടിനെ കുറിച്ച് സ്ഥിരീകരണം നൽകിയതോടെ അല്പം ബുദ്ധിമുട്ടിലായി അനിൽ ആന്റണി എന്നാണ് സൂചന. അനിൽ ആന്റണി പണം നടക്കി നൽകാനുണ്ടെന്ന് പറഞ്ഞ് ദലാൽ നന്ദകുമാർ തന്നെ ഒരിക്കൽ കണ്ടിരുന്നതായി അക്കാലത്ത് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന PJ കുര്യൻ പറയുകയും ചെയ്തു. ഇതോടെ നന്ദകുമാറിന്റെ ആരോപണത്തിന് ബലമേറിയെങ്കിലും അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വലിയ അവകാശവാദങ്ങളുമായി വന്ന, അല്ലെങ്കിൽ അഴിമതി നടത്താതിരുന്ന വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന അഴിമതിരഹിത ഇമേജുള്ള എ.കെ. ആന്റണിയും പ്രതിരോധത്തിൽ തന്നെയാണ്. കോൺഗ്രസിനെയും ബി.ജെ.പിയും ഒക്കെ ഒരുപോലെ പ്രതിരോധത്തിലാക്കാൻ അവസരം കിട്ടിയിട്ടും അത് മുതലെടുക്കാൻ കഴിയാതിരിക്കുകയാണ് ഇടതുമുന്നണിയും. മക്കളുടെ കഥകൾ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന എ.കെ. ആന്റണിയുടെ മുന്നറിയിപ്പ് CPM-നുള്ള താക്കീത് തന്നെയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ മകളടക്കം ഇടതുപക്ഷത്തെ പല നേതാക്കളും അഴിമതി ആരോപണങ്ങളുടെ ശരശയിൽ നിൽക്കുമ്പോൾ എന്താണ് ഇനി ഇടതുപക്ഷത്തിന് പറയാനുള്ളത്? എ.കെ. ആന്റണിക്കും മകനും നേരെ മിണ്ടാൻ പോലും ധൈര്യമില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് LDF. അങ്ങനെ നോക്കുമ്പോൾ ഇടത് വലത് മുന്നണികൾക്ക് ഈ കേസിൽ ഒന്നും പറയാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, ദലാൽ നന്ദകുമാർ ഇടതിനും വലതിനും ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരാൾ തന്നെയായിരുന്നു. ഇന്നലെ നമ്മൾ കാണുന്നതാണ്. ഇന്നലെ ഉമാ തോമസുമായി ബന്ധപ്പെട്ട് ഉമാ തോമസിനോട് വിഷയം സംസാരിക്കണം എന്ന് ഉമാ തോമസിന് അറിയാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമാ തോമസ് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത്, ഞാൻ നന്ദകുമാറിനെ നന്ദപ്പൻ എന്നാണ് വിളിക്കുന്നതെന്നാണ്. കോൺഗ്രസ്സുകാരുടെ നന്ദപ്പനായിരുന്നു, ഒരു കാലഘട്ടത്തിൽ നല്ല കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എന്ന് പറയുന്നു. VS അച്യുതാനന്ദന്റെ മാനസപുത്രനായി പോലും പറയാവുന്ന ഒരാളാണ് ദലാൽ നന്ദകുമാർ. അപ്പോൾ ഈ ദലാൽ നന്ദകുമാർ ഇപ്പോൾ വന്ന് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിക്ക് നേരെ, അനിൽ ആന്റണിക്ക് നേരെ പറയുകയും അതിനെ പിന്താങ്ങുകയും ചെയ്യുന്ന PJ കുര്യൻ, ഇത് രണ്ടും കാണുമ്പോൾ ചില സംശയങ്ങളുണ്ട്. NSSുമായി ഏറെ അടുപ്പമുള്ള ഒരു നേതാവാണ് PJ കുര്യൻ. കോൺഗ്രസിനെ ജയിപ്പിക്കാനാണോ ഇപ്പോൾ ദലാൽ നന്ദകുമാറിന്റെ ഈ വരവ്? അനിൽ ആന്റണി ആ മണ്ഡലത്തിൽ കുറച്ചെങ്കിലും ജനപ്രിയനാകുന്നുണ്ട്, പ്രാമുഖ്യം കിട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ പത്തനംതിട്ടയിൽ അത്ഭുതം സംഭവിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ പോലും പുറത്തു വരുമ്പോഴാണ് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദലാലിന്റെ രംഗപ്രവേശം. ദലാലിനെ കൊണ്ടുവന്നത് ആന്റണിയും PJ കുര്യനും ഒത്തുചേർന്നിട്ടുള്ള, അതുപോലെ തന്നെ NSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഘമാണോ എന്ന സംശയം പോലും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. കാരണം സൂര്യനെല്ലി കേസിൽ PJ കുര്യനെ രക്ഷപ്പെടുത്തിയത് NSS ആണെന്ന ആരോപണം അതിശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, NSSന് വേണ്ടിയാണോ PJ കുര്യൻ, അല്ലെങ്കിൽ NSSന്റെ ഒരു ഏജന്റായി PJ കുര്യൻ ആന്റണിക്ക് വേണ്ടി പണിയെടുക്കുകയാണോ എന്ന് പോലും സംശയിച്ചാൽ അതിൽ യാതൊരു തരത്തിലും നമുക്ക് ഒന്നുകൂടി ചിന്തിക്കേണ്ടതില്ല എന്ന പക്ഷത്തിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.